ഹലോ സ്റ്റുഡൻസ്. പല എൻട്രൻസ് എക്സാമിന്റെ കാലമാണല്ലോ. പല എൻട്രൻസ് എക്സാമിലും കണ്ടിട്ടുണ്ട് ഈ സെന ഡയോഡിനെ പറ്റി മൂന്നാല് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം കഴിഞ്ഞ JEE സെക്ഷൻ 1 അമൃത എൻട്രൻസ് എക്സാമിനേഷൻസിനകത്ത് കീമിനകത്തും അതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് പല കുട്ടികൾക്ക് സഹായമാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സോ ദിസ് ഈസ് സെന ഡയോഡ്. So it is applicable for not only BTech students but this engineering entrance students as well. So Zener diode symbol ഇതാണ്. So this is symbol of Zener diode. So this side is positive and this side is negative. So normal diode ന്റെ symbol എന്ന് പറഞ്ഞാല്, so you can see like this. This is a symbol of normal diode. ഇവിടെ ഈ ചരിവില്ല. So this curve is not there. So this is everything remains the same. Here it is positive, this is negative. Okay. അപ്പൊ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഈ സെനർ ഡയോഡിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ റെഗുലേറ്റർ വെക്കാറുണ്ട്. AC ക്ക് റെഗുലേറ്റർ എന്ന് വെച്ചാൽ 230 വോൾട്ട് 50 ഹെഡ്സ് AC കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതേപോലെ തന്നെ ഡീറ്റെയിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ, സോ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ ഇതിനെ പറയുന്നത് മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ കറണ്ട് ഫ്ലോ ഈസ് ഓൺലി ഇൻ ദ ഓർഡർ ഓഫ് മില്ലി ആംപിയർ ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ്, സോ 3 വോൾട്ട് ആവാം, 5 വോൾട്ട് ആവാം, 9 വോൾട്ട്, 12 വോൾട്ട്, ആ റേഞ്ചിലേ വരത്തുള്ളൂ. മറ്റേപോലെ വെരി ഹൈ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് പോലെ നമുക്ക് വരാറില്ല. ഓക്കെ. സോ ഇതാണ് സെന ഡയോഡിന്റെ. ഐ വിൽ ക്ലോസ് ദിസ് വൺ. സോ ഫോർവേഡ് ബയാസ് ഈ സിമിലർ ടു സാധാരണ ഡയോഡ്. നമ്മൾ റെക്ടിഫയർ ഡയോഡ് ഉപയോഗിക്കത്തില്ലേ, സിലിക്കൺ ഡയോഡ്, ജർമേനിയൻ ഡയോഡ്, റെക്ടിഫയർ ഡയോഡ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനെ നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് എന്നൊക്കെ പറയും. സോ ദിസ് ഈസ് 0.6 ഫോർ സിലിക്കൺ, 0.2 ഫോർ ജർമേനിയം. പക്ഷെ റിവേഴ്സ് ക്യാര വരുമ്പോഴേ ദർ ഈസ് ഷാർപ്പ്, ഈ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഭയങ്കര ഷാർപ്പായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ കറണ്ട് ഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും. വെരി ലാർജ് കറണ്ട് ഫ്ലോ ബട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ്. അപ്പൊ ഇതിനു വേണ്ടി എന്താ സാധാരണ ഡയോഡിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. നമ്മൾ സാധാരണ സെമി കണ്ടക്ടറിനകത്ത് ഇമ്പ്യൂരിറ്റി ആറ്റം മറ്റു ഡോപ്പ് ചെയ്യില്ലേ, അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിന് സാധാരണ സിലിക്കൺ, ജർമേനിയം, സെമി ദിസ് ഡയോഡ് എന്ന് വെച്ചാൽ നമ്മുടെ റെക്ടിഫയർ ഡയോഡിനെക്കാട്ടി ഉപയോഗിക്കുന്നതിനെ കാട്ടി 1000 ടൈംസ് ഒക്കെ കൂടുതലായിരിക്കും ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ സെനർ ഡയോഡിന് വരുന്നത്. അതുകൊണ്ടാണ് വി ആർ ഗെറ്റിംഗ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇത് കോൺസ്റ്റന്റ് ആണ്. സി ദിസ് വൺ, ഇതിപ്പോ 9 വോൾട്ട് ആണെങ്കിൽ ഇത് 9 വോൾട്ട് തന്നെ നിൽക്കും, ചെറിയ വേരിയേഷൻ എടുത്തുള്ളൂ. സോ ദാറ്റ് ഈസ് അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദർ ഈസ് എ ഷാർപ്പ് fall off. So current high ആയിട്ട് കൊടുക്കും. This is current axis always. This is x axis, voltage axis. This is current axis, right? So ഈ voltage remains constant but current ഭയങ്കരമായിട്ട് കൂടും. സോ ദിസ് ഈസ് സെനർ ഡയോഡ്. അപ്പൊ സെനർ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കണ്ട നേരത്തിനകത്ത്, സോ ദിസ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ്. സോ അതിന്റെ പോസിറ്റീവ് ഇതിന്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് റെസിസ്റ്റൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഈസ് കാൾഡ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്. പ്രീവിയസ് സ്ലൈഡിനകത്ത് കാണിച്ച് വെരി ഹൈ കറണ്ട് ഫ്ലോ, കറണ്ട് ആക്സിസ് ഭയങ്കരമായിട്ട് കറണ്ട് കൂടുന്നുണ്ട്, പക്ഷെ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, സെനർ ഡയോഡ് ബേൺ ഔട്ട് ആയി പോകും. ഐ മീൻ അത് പൊട്ടിത്തെറിക്കും, നമുക്ക് അത് ആ സർക്യൂട്ട് ആകെ ബ്രേക്ക് ആയി പോകും. സോ വി ഷുഡ് ഹാവ് എ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്. സോ ദിസ് ഈസ് കാൾഡ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്. അപ്പൊ അത് സീരീസ് ആയിട്ടാണ് ഇതിനകത്ത് സപ്ലൈ വോൾട്ടേജ് സീരീസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ RS എന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ. ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞു സെനർ ഡയോഡിന്റെ പാരലായിട്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു IC കണക്ട് ചെയ്തെന്ന് വെച്ചു, ഇവിടെ ഒരു IC ഉണ്ടെന്ന് വെച്ചു. സോ ഒരു ICക്ക് നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് 5 വോൾട്ടേജ് കൊടുക്കുന്നു വെച്ചു. സോ ഇവിടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ VZ എന്ന് പറയും, VZ. സോ VZ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടേജ് ആണ്. ഇത് 5 വോൾട്ടേജിന്റെ ഡയോഡാണ്, സെനർ ഡയോഡാണ്. അത് തന്നെ ആയിരിക്കും ഇതിന് VL എന്ന് പറയുന്നതും. യു വിൽ ഗെറ്റ് 5 വോൾട്ടേജ്, എപ്പോഴും 5 വോൾട്ടേജ് തന്നെ ആയിരിക്കും. ഇതിനകത്തുള്ള വേരിയേഷൻ എന്ത് തന്നെ ആണെങ്കിലും യു വിൽ ഗെറ്റ് 5 വോൾട്ടേജ് ഔട്ട്പുട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ റെഗുലേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. സോ അത് തന്നെ ആയിരിക്കും വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് ഈസ് ഈക്വൽ ടു ദ വോൾട്ടേജ് അക്രോസ് ലോഡ്.
ആർ എൽ എന്ന് പറയും അല്ലെങ്കിൽ വി എൽ എന്ന് പറയും. സോ ഹിയർ ഇറ്റ് ഈസ് ആർ എൽ വി എൽ രണ്ട് കാണിച്ചിട്ടുണ്ട്. സോ വോൾട്ടേജ് അക്രോസ് ആർ എല്ലിനെയാണ് വി എൽ എന്ന് പറയുന്നത്. എന്താണോ സെനർ വോൾട്ടേജ് അത് തന്നെ ആയിരിക്കും ഇതിന്റെ വോൾട്ടേജ്. ഓക്കെ, ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പം ആൾറെഡി നമ്മൾ കണ്ടു സെനർ ഡയോഡ്. സോ ഇതിപ്പോ പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങളെ ഇൻപുട്ട് വോൾട്ടേജ് ഡി സി ആണ്. സോ റിവേഴ്സ് ബയാസിൽ തന്നെ കണക്ട് ചെയ്യണം. സോ സപ്പോസ് ഇറ്റ് ഈസ് 12 വോൾട്ട്. സോ ഇത് നേരെ വന്നിട്ട് സീരീസിൽ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് കറണ്ട്, ടോട്ടൽ കറണ്ട് ഐ, ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഐ സെറ്റ്, ദിസ് കറണ്ട് ഈസ് ഐ ലോഡ്. ഓക്കെ, ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ് ഇടുകയാണെങ്കിൽ സോ ദിസ് ലോഡ് റെസിസ്റ്റൻസ് വിൽ പാസ് ത്രൂ, ലോഡ് കറണ്ട് വിൽ പാസ് ത്രൂ ദിസ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് വേരിയബിൾ ഇൻപുട്ട് വോൾട്ടേജ്, ബട്ട് സെനറിന്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ്. നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയട്ടാണ്ട് ഈ രണ്ട് സർക്യൂട്ട് വെച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. വി ആർ ഇതിനെ ക്രോസ് ആയിട്ട് വി ആർ, ഇവിടെ വി ഇസഡ്, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം ഐ ഇസഡ് സെനറിൽ കൂടെ പോകും, ഐ എൽ ലോഡ് കറണ്ട് ഇതിലെ കൂടെ പോകും. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഐ ഇൻ ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു, സോ യു ക്യാൻ റൈറ്റ്, സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു സെനർ കറണ്ട് പ്ലസ് ലോഡ് കറണ്ട് ഐ എൽ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും മിക്കവാറും ഉള്ളതല്ല ഈ ഇത് വെച്ചിട്ടാണ്. ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു ദിസ് കറണ്ട് പ്ലസ് ദിസ് കറണ്ട്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതിനകത്ത് കൊടുത്തിരിക്കണം ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ്. ഈ കറണ്ട് കണ്ടുപിടിക്കണം. സോ നമ്മളിപ്പോ ഇതുവരെ കണ്ടുപിടിച്ചത് എന്താണ്? ഇതാണ് ടോട്ടൽ കറണ്ട്. ദിസ് ഈസ് ടോട്ടൽ കറണ്ട്. സോ ദിസ് ഈസ് ഐ ഇസഡ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഐ എൽ. ക്ലിയർ? സോ ഇവിടുത്തെ വോൾട്ടേജ് എത്ര എന്നുണ്ട്? ഇത് 10 വോൾട്ടേജ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വോൾട്ടേജ് ഇവിടെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും 10 വോൾട്ട് തന്നെ ആയിരിക്കും. സോ ദിസ് വോൾട്ടേജ് ആൾസോ 10 വോൾട്ടേജ്. സോ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സെനർ വോൾട്ടേജ്. ഇതിലേക്കുള്ള ഐ ഇസഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ഐ ഇസഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഈ വോൾട്ടേജ് എത്ര? ദിസ് വോൾട്ടേജ് ഈസ് 10. ഇവിടുത്തെ വോൾട്ടേജ് എത്ര? ദിസ് വോൾട്ടേജ് ഈസ് 20. അപ്പൊ ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് എത്ര? വോൾട്ടേജ് ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്. സോ ഐ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഐ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിഫറൻസ് എത്ര വരും? 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ എത്ര? റെസിസ്റ്റൻസ് എത്ര? 50 ഓം ആണ് കേട്ടോ. നമ്മൾ 50 കിലോ ഓം എന്നൊന്നും ഇട്ടരുത്, 50 ഓം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 50. 10 by 50 is equal to 1 by 5 ആംപിയർ, നോട്ട് മില്ലി ആംപിയർ. 1 by 5 മില്ലി ആംപിയർ ആണ്. സോ നമുക്ക് ഇനി ഐ ഇസഡ് കണ്ടുപിടിക്കണം. ഐ ഇസഡ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ഐ എൽ എത്ര എന്ന് കണ്ടുപിടിക്കണം. സോ ഐ എൽ എത്ര? ഐ എൽ ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ് 100 ഈസ് ഈക്വൽ ടു വാട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെനർ വോൾട്ടേജ് തന്നെ ആയിരിക്കും 10 വോൾട്ട്. ശരിയല്ലേ? സോ ഐ എൽ ഈസ് ഈക്വൽ ടു 10 voltage divided by 100 ohm. So that is equal to 1 by 10 ampere, not milliampere. Okay. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സോ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇക്വേഷൻ അനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു ഐ സെഡ് പ്ലസ് ഐ എൽ. സോ നമുക്ക് ഏതൊക്കെയുണ്ട്? ഇത് 1 by 5 എന്നുണ്ട്. ദെൻ what we have ഈക്വൽ ടു ഐ സെഡ് പ്ലസ് ഐ എൽ എത്ര ഉണ്ട്? 1 by 10 ഉണ്ട്. അപ്പൊ ഐ സെഡ് എങ്ങനെയാണ്? ദിസ് ഇംപ്ലൈസ് ഐ സെഡ് ഈസ് ഈക്വൽ ടു, സോ 1 by 5 മൈനസ് 1 by 10. സോ എന്താണ്? മുകളിൽ താഴെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ 2 by 10 മൈനസ് 1 by 10 ഈക്വൽ ടു 1 by 10. ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ.